ആദ്യത്തെ ക്ലാസ്സിൽ, അത് 3 ഇയർ കോഴ്സാണത്, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പഠിക്കാൻ ചെന്നു. വർഗീസ് സാറ് പറഞ്ഞു കൃത്യസമയത്ത് വരണം, ഒരു നോട്ട് എഴുതിയെടുക്കണം. അത് ഡിക്റ്റേഷനല്ല, മാഷന്മാരെ സാവധാനത്തിൽ ക്ലാസ് എടുക്കും, ബോർഡിൽ എഴുതും. ലൂക്ക് സാറ് എല്ലാം ബോർഡിലാണ് എഴുതുക. വർഗീസ് സാറ് ചെറിയ നോട്ട് ബുക്കുമായിട്ട് വന്ന് അതിൽ ഇന്ന് നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗോപാലൻ സാർ ബൈ ഹാർട്ട് അല്ല, അത് മനോഹരമായിട്ട് ക്ലാസ് എടുക്കും. ഞങ്ങളുടെ പ്രാക്ടിക്കൽ നോക്കിയിരുന്നതും ഗോപാലൻ സാറാണ്. ഞാനിന്ന് ഓർക്കുന്നുണ്ട്, ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ ടൈട്രേഷൻ തുടങ്ങുമ്പോൾ ഇടത് കൈയിൽ ഈ പാത്രവും വലത് കൈ കൊണ്ട് ഈ ബ്യൂററ്റിൽ ഇങ്ങനെ കുറച്ച് ലിക്വിഡ് കെമിക്കൽ ചേർക്കണം, എന്നിട്ട് കറക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ കറക്കിക്കൊണ്ട് വേണം ഇത് ഈ ബ്യൂററ്റ് ഉപയോഗിക്കാൻ ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക്. അപ്പോൾ ഇങ്ങനെ ചുറ്റും നടക്കുക മാഷന്മാരെല്ലാം, ആരും ഇരിക്കില്ല, എല്ലാം ലാബറട്ടറി ചുറ്റും ഇങ്ങനെ നടക്കണം. വർഗീസ് സാറിൻ്റെ ചിട്ടയാണ്, ആരും ഇരിക്കാൻ പാടില്ല, നടന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഒരിക്കലും സാറ് തമാശയായിട്ട് അബ്ദുള്ളയോട്, അബ്ദുള്ള ഷെയ്ഖ്, അബ്ദുള്ള ഷെയ്ഖ്, എല്ലാവരും പൊട്ടിച്ചിരിയായിരുന്നത്. ആ 3 വർഷക്കാലം വർഗീസ് സാറ്, ഗോപാലൻ സാറ്, ലൂക്ക് സാറ്, അതുപോലെ തന്നെ കർത്താവ് സാറ്, അനിൽനാഥൻ സാറ്, അതൊരു വലിയ ടീമായിരുന്നു. ഇതിനിടയിൽ ഞാൻ കോളേജിലെ പല ആക്ടിവിറ്റീസിലും, അവിടുത്തെ ലിറ്റററി ക്ലബ്ബ് ഉണ്ടായിരുന്നു, പ്രസംഗ മത്സരത്തിന് പോകും, എസ് എ കോമ്പറ്റീഷന് പോകും. ഇംഗ്ലീഷിൽ സംവാദങ്ങളുണ്ടായിരുന്നു. അന്ന് എക്കണോമിക്സിലെ കുര്യൻ സാറുണ്ട്. ആ കുര്യൻ സാറാണ് ഈ സംവാദങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്, എബ്രഹാം കുര്യൻ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ അത് ശനിയാഴ്ച ഞായറാഴ്ചയാണ്. മാത്രമല്ല അന്ന് ഞാൻ പഠിച്ചിരുന്നത് ഹോസ്റ്റലിൽ താമസിച്ചാണ്, ഡോൺ ബോസ്കോ ഹോസ്റ്റൽ. അത് ഞാൻ പ്രീ ഡിഗ്രിക്ക് വന്നപ്പോഴും ബോസ്കോയിലായിരുന്നു, ഡിഗ്രിക്ക് വന്നപ്പോഴും ബോസ്കോ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഒത്തിരി പരിപാടി ഉണ്ടാകും. ഞങ്ങളുടെ ചീഫ് വാർഡൻ ബർണബാസ് അച്ഛനാണ്. അച്ഛൻ കുട്ടികൾ ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛനാണ്, അതേ സമയത്ത് ഭയപ്പാടുമായിരുന്നു. തെവരയിൽ അന്ന് 6 ഹോസ്റ്റലാണ് ഉള്ളത്. 5 ബോസ്കോ ഹോസ്റ്റലുകൾ, 1 മെയിൻ ഹോസ്റ്റൽ. ഈ ബോസ്കോ ഹോസ്റ്റലിലെ കുട്ടികളും മെയിൻ ഹോസ്റ്റലിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കുട്ടികൾ അധ്യാപകരുമാണ്. നല്ല ഭക്ഷണം. ഇപ്പം ആ കാലത്ത് ഞങ്ങൾ ചീത്ത പറയും, അന്ന് ഷെയറിംഗ് ആണ്, ചിലവ് ഷെയറിംഗ് ആണ്. കുട്ടികളുടെ തന്നെ ഒരു കമ്മിറ്റിയുണ്ട്. അന്ന് ഞങ്ങൾ ചീത്ത പറയും, അച്ഛന്മാർ നമുക്ക് ഭക്ഷണം തരുന്നില്ല, കാശ് മേടിക്കണേ ഉള്ളൂ, ഈ കമ്മിറ്റിക്കാർക്കൊരു കാര്യമില്ല എന്ന് പറയുമെങ്കിലും പിന്നീട് പഴയ ഭക്ഷണം എത്ര രുചികരമായ, അന്ന് പുട്ടും കടലയും പപ്പടവും പഴം പുഴുങ്ങിയും തരും. കൊട്ടയിലാണ് പുട്ട് പുഴുങ്ങി കൊണ്ടുവരുന്നത്, ആവശ്യത്തിന് തരും. ഉച്ചയ്ക്ക് നല്ല ഊണ്. 4 മണി ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഒരു ചായയും എന്തെങ്കിലും ഒരു കടി ഉണ്ടാവും. രാത്രി 8 മണിക്കാവുമ്പോൾ വീണ്ടും നല്ല ഫുഡ്, നല്ല ചപ്പാത്തി. 62-ലെ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ചപ്പാത്തിയും അതുപോലെ പിന്നെ ഈ കിഴങ്ങും നമ്മുടെ ടാപ്പിയോക്ക കൂടിയുള്ള തന്നിരുന്നത്. അപ്പോൾ അന്ന് ഈ കിഴങ്ങിൽ ഇറച്ചി കൂടി ചേർത്തിട്ടാണ് അന്ന് ഭക്ഷണം തന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ മാറി തരും. രാത്രി പ്രത്യേകത ഉള്ളത് 9 മണിക്ക് ഗേറ്റ് പൂട്ടും. പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറി എളുപ്പമല്ല. അന്ന് കരടി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു വല്യപ്പനാണ് ഗേറ്റിലിരിക്കുന്നത്. എന്തായാലും വല്യപ്പൻ തുറക്കില്ല. പക്ഷെ ഞങ്ങൾ പലരും രാത്രി മതിൽ ചാടിക്കവിഞ്ഞൊക്കെ വരും. ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽപ്പെടും. കാരണം അച്ഛൻ ഒരു കാപ്പി നിറമുള്ള ലോഹയായിടുന്നത്, ഇരുട്ടത്തിൽ നിന്നാൽ കാണാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ ആരെയും ഉപദ്രവിക്കാറില്ല. ആ കാലത്ത് ഇന്ന് ഓർക്കുള്ളത്, എൻ്റെ മനസ്സിലുള്ളത്, ഈ ഡിസംബർ അവസാനം, നമ്മൾ 25-നാണല്ലോ ഡിസംബർ, ക്രിസ്മസ്. അപ്പോൾ ഒരു 22-ാം തീയതി ഞങ്ങൾക്ക് ധ്യാനം തുടങ്ങും. 22, 23 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തെ ധ്യാനം. ആ ധ്യാനത്തിൽ ജ്ഞാനഗുരുക്കളുടെ പ്രസംഗത്തേക്കാൾ ഞങ്ങൾ ആകർഷിച്ചിരുന്നത് നല്ല ഭക്ഷണമാണ്. രാവിലെ അപ്പവും സ്റ്റൂവും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പിന്നെ താറാവും കോഴിയും വെച്ചുള്ള നല്ല ഭക്ഷണങ്ങൾ, മീൻ, അങ്ങനെ ആ ഒരു 2-3 ദിവസം നല്ല ഭക്ഷണമാണ്. പക്ഷേ അനങ്ങാൻ പാടില്ല.
വർത്തമാനം പറയാൻ പറ്റത്തില്ല. നമ്മൾ വളരെ ചിട്ടയോടും അടുക്കോടും കൂടി അത് കാത്തലിക് സ്റ്റുഡൻസിനാണ്. നോൺ കാത്തലിക് കുട്ടികൾക്ക് മറ്റു കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ അന്നത്തെ ആ ക്രിസ്മസ് കാലത്തുള്ള ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ്. അതുപോലെ അന്നത്തെ അച്ഛന്മാർ, ഫാദർ അക്വിനാസ്, ഫാദർ അജേവൂസ്, അവരൊക്കെ അധികായന്മാരായിരുന്നു. സ്ട്രിക്റ്റായിരുന്നു, പക്ഷേ കുട്ടികളെ സ്നേഹിച്ചിരുന്നു. മാത്രമല്ല അന്ന് തേവര കോളേജ് സ്പോർട്സ് രംഗത്ത് വളരെ മിടുക്കന്മാരാണ്. ഫുട്ബോൾ, ഹോക്കി, വോളിബോൾ, ബാസ്ക്കറ്റ് ബോൾ, ഈ രംഗത്തെല്ലാം തേവരയാണ് കൊടിപിടിച്ച് നിൽക്കുന്നത്. അക്കാലത്ത് പറയുന്ന ഒരു വാചകമുണ്ട് എറണാകുളത്ത്: ജെൻറ്റിൽമെൻ ഓഫ് സെൻറ്റ് ആൽബർട്ട്സ്, ഇൻ്റലക്ച്വൽസ് ഓഫ് മഹാരാജാസ്, ബ്യൂട്ടീസ് ഓഫ് സെൻറ്റ് തെരേസാസ് ആൻഡ് റൗഡീസ് ഓഫ് തേവര. അതാണ് ഒരു പുറകെ കൊടുക്കുന്ന കമൻറ്റ്. അത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രഗത്ഭരായ അധ്യാപകർ, പ്രധാന മാഷ് ഉൾപ്പെടെ ഉള്ള വേലായുധൻ സാറിൻ്റെ പ്രിൻസിപ്പളാണ്, ടെററാണ് വേലായുധൻ സാറ്. മിടുക്കന്മാരായ അധ്യാപകർ. അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടുക തന്നെ അത്ര എളുപ്പമല്ല. ഗവൺമെൻറ് കോളേജാണ്, മെറിറ്റിലേക്ക് ഇട്ടു. അതുകൊണ്ട് ഏറ്റവും നല്ല മാർക്കുള്ള ആളുകളാണ് അവിടെ. ഇപ്പോൾ എൻ്റെ അനിയൻ പീറ്റർ മഹാരാഷ്ട്രയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങളൊക്കെ സ്വല്പം മാർക്ക് കുറവാണെങ്കിലും തേവരല്ല ചെയ്തത്. സെൻറ്റ് ആൽബർട്ട്സ് എറണാകുളത്ത് റോഡ് സൈഡിലാണ്, നഗരമധ്യത്തിലാണെങ്കിലും മഹാരാജാസും തേവരയും കഴിഞ്ഞിട്ടാണ് സെൻറ്റ് ആൽബർട്ട്സിൽ പോകുക. പെൺകുട്ടികൾക്ക് സെൻറ്റ് തെരേസാസ്. ഞാനിന്ന് ഓർക്കുന്നുണ്ട്, ഞങ്ങളന്ന് തേവരയിൽ നിന്ന് നേരെ ഫോർഷോർ റോഡ് വഴി, ഇന്നത്തെ ഷിപ്പ്യാർഡിൻ്റെ അകത്തുകൂടി ബോട്ട് ജെറ്റ് വഴി സെൻറ്റ് തെരേസാസ് വരെ പോകാൻ ഒരു 3/4 മണിക്കൂർ മതി. അപ്പോൾ 4 മണിക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ ആളുകൾ നടന്ന് ഈ ഫോർഷോർ റോഡ് വഴി സെൻറ്റ് തെരേസാസ് പോയി കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരൊക്കെ കണ്ടൊരു അവൻ്റെയൊക്കെ പറഞ്ഞ് തിരിച്ചു വരും. 6 മണിക്ക് എത്തണം. അപ്പം അങ്ങനെയുള്ളൊരു നല്ല കാലഘട്ടം തേവരയിൽ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ 62 മുതൽ 66 വരെ പ്രീ ഡിഗ്രിയും BScയും പഠിച്ച് ഇതിനു ശേഷമാണ് ഞാൻ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരുന്നത്. എനിക്കൊരു നല്ല മാർക്കുണ്ടായിരുന്നു ഗ്രാജുവേഷന്. അപ്പോൾ ഞാൻ അപേക്ഷിച്ചു. കിട്ടുമെന്നറിയില്ല, കാരണം അത്ര വലിയ മാർക്കൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. വർഗീസാറ് എന്നെ വിളിപ്പിക്കുകയാണ്, താനിവിടെ വന്ന് ചേരുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് MScക്ക് ചേരുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ. അതൊരു വലിയൊരു നേട്ടമായിട്ട് കണ്ടിരുന്നു. അന്ന് ഡോക്ടർ കെ.എൻ. മേനൻ ഉണ്ടായിരുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ അതിപ്രഗത്ഭനായ രസതന്ത്ര ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ കെ.എൻ. മേനൻ, പിന്നെ പറവൂരിൽ നിന്നുള്ള അയ്യർ സാറ്, സീതാറാമയ്യർ, ഇങ്ങനെയുള്ള അധ്യാപകരും ആ സമയത്ത് വന്നു ചേർന്നു. ഞങ്ങൾക്കെല്ലാം ഗൗൺ ഇടുവന്ന്, ഒരു വെള്ള ഗൗണ്, അത് ഇട്ടിട്ടാണ് പ്രാക്ടിക്കലിനൊക്കെ നിൽക്കുന്നത്. ആ 2 വർഷക്കാലം വളരെ ഗൗരവത്തോടുകൂടിയാണ് അന്ന് പഠനം നടത്തിയിരുന്നത്. പ്രഗത്ഭരായ അധ്യാപകർ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് തേവര കോളേജ് മാറി നല്ല റിസൾട്ടുണ്ടാക്കിയ ഒരു കോളേജാണ്. അങ്ങനെ ഞങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഞാൻ MSc കൂടി പാസ്സാകുന്നത് 68 തേവരയിൽ നിന്നാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഘട്ടം അതോടുകൂടി മാറി ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക്, അധ്യാപക ജീവിതത്തിലേക്ക് പോവുകയാണ്. അതിനൊരു ചരിത്രമുണ്ട്. MSc പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ബെണ്ണവാസച്ചനെ കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, താനെന്താ ചെയ്യാൻ പോണേ? ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കുമ്പളങ്ങിക്ക് പോകും. അപ്പോൾ അന്ന് വഞ്ചിക്കാണ് വരുന്നത്. സ്കൂളൊക്കെ കോളേജൊക്കെ പൂട്ടുമ്പോൾ വീട്ടിൽ നിന്ന് വഞ്ചി അയക്കും, അങ്ങനെ പോകാൻ എളുപ്പം അതാണ്. അപ്പോൾ എൻ്റെ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് പോകണം. അപ്പം അച്ഛൻ പറഞ്ഞു, താൻ പോയിട്ട് വർഗീസ് സാറിനെ കാണുക, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. എന്നിട്ട് നാളെ മുതൽ, അപ്പോൾ കോളേജ് തുറന്നു കഴിഞ്ഞു, നാളെ മുതൽ ഡെമോൺസ്ട്രേറ്ററായിട്ട് കെമിസ്ട്രി ജോലി ചെയ്തോളൂ. ഞാൻ നേരെ ചക്കോള കോളനിയിൽ, പെരുമാനൂർ ജംഗ്ഷൻ അടുത്തുള്ള കോളനിയിൽ സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു, എന്നോട് ബെർണാസച്ചൻ തൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്, കൃത്യമായി കാര്യങ്ങൾ നടത്തണം, പഠിപ്പിക്കണം, താൻ പഠിക്കണം, ഇപ്പം പഠിച്ചതൊന്നുമല്ല, കുട്ടികളെ പഠിപ്പിക്കാൻ പഠിക്കണം. അപ്പോൾ എനിക്കൊരു നല്ല ഇംഗ്ലീഷൊക്കെ അന്നുണ്ട്. അത് സാറിനും അച്ഛനും അറിയാം. ചില ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ വന്നോളൂ. അങ്ങനെ ഞാൻ ആദ്യത്തെ മാറ്റം, അന്ന് ഞാൻ മെയിൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നും അധ്യാപകർക്കായിട്ട് ലോഡ്ജുണ്ട് കോളേജിൻ്റെ തെക്ക് വശത്ത്. അവിടെ പോയി എൻ്റെ പെട്ടിയും കിടക്കയും ഒക്കെ വെച്ചു. അവിടെ ഒരു മുറിയുണ്ട്.
അവിടെ തന്നെയാണ് ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഞങ്ങൾ കുറേ അധ്യാപകരുണ്ട് അവിടെ. അപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകർ അവിടെയുണ്ട്. കെ ഇ ആന്റണി സാറ്, എന്നോടൊപ്പം എക്കണോമിക്സ് MA പഠിച്ചിരുന്ന മൈക്കിള്, അങ്ങനെ കുറേ അധ്യാപകർ അവിടെ അന്ന് താമസിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് മാറി പിറ്റേ ദിവസം തൊട്ട് ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം ലാബ് അസിസ്റ്റ് ചെയ്യുക, കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. അത് ഈസിയുണ്ട്. ഈസി എന്ന് പറഞ്ഞാൽ കോളേജിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അറ്റൻഡറാണ്. എല്ലാ കാര്യങ്ങളും അറിയാം. വർഗീസ് സാറ് തന്നെ ഈസി എന്ന് ഒച്ചത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ കോളേജ് നടുങ്ങും. അപ്പോൾ ഈസിയാണ് ഓടി വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അതും ജോണി ഏട്ടനുണ്ട്. അങ്ങനെ കുറേ അനധ്യാപകർ, അറ്റൻഡേഴ്സ്, കെമിസ്ട്രി അറ്റൻഡേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാ വിഷയങ്ങളും പറയാം. ഒരു പ്രത്യേകത കെമിസ്ട്രിയിലുള്ളത്, നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാനുള്ള കസേര കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ടീച്ചേഴ്സ് റൂമിൽ. അപ്പോൾ സാറിൻ്റെ ഒരു നിവേദനം, നിങ്ങളെല്ലാം ഇങ്ങനെ നടന്ന് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ ക്ലാസ് എടുക്കാൻ വേണം. പ്രീ ഡിഗ്രിക്കൊക്കെ ക്ലാസ് എടുക്കാനും പ്രാക്ടിക്കൽ പറഞ്ഞു കൊടുക്കാനുമായിട്ടായിരുന്നു ഞങ്ങളുടെ ആദ്യ കാലഘട്ടം. അതിൽ എനിക്ക് വളരെ വിജയിക്കാൻ കഴിയുന്നത് കാരണം ഞങ്ങൾക്ക് ഈ വെക്കേഷൻ കാലത്ത് ട്രെയിനിങ് കോഴ്സുകളുണ്ടായിരുന്നു. UGCയുടെയൊക്കെ സഹായത്തോടു കൂടി വർഗീസ് സാർ ഒത്തിരി ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കും. അപ്പോൾ അത് തേവര കോളേജിലെ മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോളേജുകളിൽ നിന്നും അധ്യാപകർ, പിന്നെ MSc പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ വരും. പല വിഷയങ്ങളെക്കുറിച്ച് വിവിധ യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭര അധ്യാപകർ ക്ലാസ് എടുക്കും. അപ്പോൾ അങ്ങനെ ആ ക്ലാസ് നടത്താൻ ഉള്ളൊരു ഉത്തരവാദിത്വം എനിക്ക് തന്നു. ഞാനത് വളരെ ഭംഗിയായി ഓടി നടന്ന് വരുന്നവർക്ക് താമസ സൗകര്യം, ഭക്ഷണം, അവരെ കൊണ്ടുനടക്കൽ. ഇടയ്ക്ക് ഞാൻ ക്ലാസ്സും എടുക്കും. എൻ്റെ ക്ലാസ് വർഗീസ് സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല നിർത്തി സാവധാനത്തിൽ അത് ഞാനൊരു ഹീറോയായി, ആ ട്രെയിനിങ് ക്ലാസ്സുകളിലേക്ക് ഒരു ഹീറോയെ 2 മാസം നീണ്ടു നിന്ന ക്ലാസ്സാണ്. അങ്ങനെ 68 മുതൽ ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ MSc റിസൾട്ട് വന്ന് എന്നെ ലെക്ചറാക്കി. അപ്പോൾ ഡെമോൺസ്ട്രേറ്ററിൽ നിന്നും ലെക്ചറായി. അന്ന് ഡെമോൺസ്ട്രേറ്റായിട്ട് എനിക്ക് കിട്ടിയിരുന്നത് 150 രൂപയാണ്. പക്ഷേ ആ 150 രൂപ അന്ന് വലിയ കാര്യമാണ്. കാരണം ഒരു പവൻ സ്വർണ്ണത്തിന് 70-75 രൂപയേ ഉള്ളൂ. 1000 തേങ്ങ വിറ്റാൽ കിട്ടുന്നൊരു 150 രൂപയാണ്. അപ്പോൾ അത് വലിയൊരു തുകയായിരുന്നു. ജൂനിയർ ലെക്ചറായിരുന്നപ്പോൾ നിന്നും ലെക്ചറായി കഴിഞ്ഞപ്പോൾ 250 രൂപ. അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ പിന്നെ റെസിപ്റ്റ് അച്ഛന്മാരൊരിക്കലും ഒപ്പിട്ട് കൊടുക്കുന്ന കാശ് നിന്നൊന്നും എടുക്കത്തില്ല. മറ്റു പല കോളേജിലും ഒപ്പിടുന്നതൊന്ന് കിട്ടുന്നതൊന്ന്. ഇവിടെ അതല്ല, കൃത്യമായിട്ട് പൈസ. ആ 250 രൂപയായിട്ടാണ് ഞാൻ നേരെ കുമ്പളങ്ങിൽ വീട്ടിൽ വരുന്നത്. അപ്പനോട് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ശമ്പളമാണ് 250 രൂപ, വലിയ എമൗണ്ടാണ് എന്ന് പറയാം. അപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പം എൻ്റെ എല്ലാത്താണ് അമ്മയുടെ കൊടുക്കുക. അമ്മയാണ് നിങ്ങളെ ഇതിനെല്ലാം സഹായിച്ചയാൾ. അപ്പോൾ വീട്ടിലെ എന്നും നിറഞ്ഞു നിന്ന അമ്മയാണ്. ഞാൻ ചെറുപ്പത്തിൽ പഠിക്കാൻ പോയ കാലഘട്ടം മുതൽ എൻ്റെ മാതാവിൻ്റെ ഒരു ഭക്തനാക്കി മാറ്റിക്കൊണ്ട് എൻ്റെ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എനിക്ക് താങ്ങും തണലുമായി പരിശുദ്ധ മാതാവിനെ ഏൽപ്പിച്ചത് അമ്മയാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിലേക്ക് ഈ 250 രൂപ കൊടുത്തു. അമ്മയ്ക്കും വലിയ സന്തോഷമായി. സ്വാഭാവികമായിട്ട് അമ്മ പൈസ അപ്പൻ്റെ കയ്യിലേ കൊടുക്കുള്ളൂ. ഞാൻ വീണ്ടും തിരിച്ച് തേവരയ്ക്ക് പോയി ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. സാവധാനത്തിൽ ഞാൻ നല്ലൊരു അധ്യാപകനായി മാറി. പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കുണ്ട്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയായി. അതിൻ്റെ പരിണിതഫലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നെ ആത്മാവെന്നാണ് വിളിച്ചിരുന്നത്. കാരണം എനിക്കന്ന് ഏകദേശം 35-40 കിലോയേ ഉള്ളൂ. നല്ല ഒരു 6 അടിയോളം പൊക്കം, 5.25 അടി പൊക്കമുണ്ടെങ്കിലും എനിക്ക് വലിയ തടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കി വിളിച്ചിരുന്നത് ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്തെ ആത്മാവെന്നാണ്. അപ്പോൾ കോളേജിൽ വന്ന് ഞാൻ കുറച്ച് സ്ട്രിക്റ്റായി വന്ന സാഹചര്യത്തിൽ കുട്ടികൾ ഞാൻ പോകുമ്പോൾ ആത്മാവേ എന്ന് വിളിക്കും. പക്ഷേ ഞാനതിലൊന്നും ഗൗരവം കാണിക്കാറില്ല. അങ്ങനെ ഒരു പുതിയ അധ്യാപക ജീവിതം ആരംഭിക്കുകയാണ്. ആ ജീവിതമാണ് എന്നെ കരുപ്പിടിപ്പിച്ചിട്ട് ഇന്നത്തെ നിലയിലേക്ക് എന്നെ എത്തിക്കുന്നത്.